ഈ വർഷത്തെ SSLCയുടെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു വിജയമായിരുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോലും അവരെ പ്രതീക്ഷിച്ച ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അത്രത്തോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 20% ചോദ്യങ്ങൾ സങ്കീർണമായിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. എന്നാലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് തന്നെ ചോദ്യങ്ങൾ വന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്കുള്ള പഠിത്തം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് പഠിച്ച ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരൊക്കെ വിചാരിച്ച റിസൾട്ടും കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ വാല്യുവേഷനും അത്ര ലിബറൽ അല്ല എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് എക്സാം എഴുതിയിട്ടുണ്ട്, ഇതിലും നല്ല മാർക്ക് എനിക്ക് കിട്ടും എന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇതേയും A+ന്റെ എണ്ണം എനിക്ക് കൂടേണ്ടതായിരുന്നു എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതാ റീവാലുവേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പേപ്പറിന് 400 rupees, 400 രൂപ വെച്ചിട്ടാണ്. ഇനി നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, നിങ്ങളിപ്പോൾ മുൻപത്തെ പരീക്ഷകളൊക്കെ എഴുതിയ സമയത്ത് ചോദ്യ പേപ്പറിന്റെ സൈഡിലുള്ള കൂട്ടിയിരുന്ന മാർക്ക് ഉണ്ടല്ലോ, എഴുതുന്ന മാർക്കുകൾ ചിലപ്പോൾ കൂട്ടിയിടുന്നതിൽ മിസ്റ്റേക്ക് വരാറുണ്ടാകും ടീച്ചേഴ്സിന്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് സംശയം ഉണ്ട്. അതായത് നിങ്ങൾ ഇത്രത്തോളം മാർക്കിനുള്ള പരീക്ഷ ഞാൻ ഏകദേശം എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മാർക്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഫൈനലായിട്ട് മാർക്ക് വന്നപ്പോൾ, ഇല്ലെങ്കിൽ A+ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വന്ന സമയത്ത് വിചാരിച്ച ഗ്രേഡ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ മാർക്ക് കൂട്ടിയതിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, സ്ക്രൂട്ടനി കൊടുക്കാം, സൂക്ഷ്മ പരിശോധന. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ അവരൊന്നുകൂടി കൂട്ടി നോക്കും. അപ്പോൾ അതിന് 50 രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത്. ഇനി ഫോട്ടോ കോപ്പി, നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിന് 200 രൂപ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റീവാലുവേഷനും സ്ക്രൂട്ടനിയും ഫോട്ടോ കോപ്പിയും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 16 മുതൽ 21 തീയതി വരെ, 21 തീയതി വൈകിട്ട് 4 മണി വരെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്യേണ്ട പേജിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കഫേലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇനി നിങ്ങളുടെ പേര്, നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ, അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ്, മീഡിയം രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പേപ്പറിനാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഫിസിക്സ് ഉണ്ട്, ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം സോഷ്യൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച പേപ്പർ എന്നാണ് സോഷ്യൽ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചുള്ള, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്ക് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ആണ് അല്ലെങ്കിൽ ബയോളജിയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഈ റീവാലുവേഷൻ അവിടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ടിക്ക് ഇടുക. ഓക്കെ, ജസ്റ്റ് ഒരു റീവാലുവേഷൻ കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ റീവാലുവേഷൻ കൊടുത്ത പേപ്പർ ഉണ്ടല്ലോ, അത് പിന്നെ സ്ക്രൂട്ടനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഫോട്ടോ കോപ്പിക്ക് വേണേൽ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉത്തര പേപ്പർ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി കൊടുക്കാം. അതായത് ഓൾറെഡി റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുന്ന പേപ്പർ അവരെന്തായാലും ഒന്നും കൂടെ വാലുവേറ്റ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അത് സ്ക്രൂട്ടനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും, IT-ക്ക് നിങ്ങൾക്ക് കിട്ടില്ല, അല്ലാത്ത പേപ്പറുകൾ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. 400 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ 21 തീയതിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ റിസൾട്ട് കൂടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ മാർക്കിന് വ്യത്യാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. മക്കളെ, നിങ്ങളിത് ഫില്ല് ചെയ്യുക, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് പൈസ അടയ്ക്കുന്നത് നിങ്ങളുടെ സ്കൂളിലാണ് കേട്ടോ. പ്രിൻസിപ്പളുടെ കയ്യിൽ കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.